ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കാൻ വളരെ എളുപ്പമാണ്. 2-3 ദിവസത്തിനകം നിങ്ങൾക്ക് ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ലഭിക്കും എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത്. പണ്ടൊക്കെ പാസ്പോർട്ട് വേണം, അപ്പോൾ ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് ആ രാജ്യത്തെ വിസ വേണം. ഇതിനെല്ലാം പുറമെ ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി RTO ഓഫീസിൽ ഹാജരായിട്ട് അവിടെ ചിലപ്പോഴെല്ലാം ഈ വാഹനം ഒന്ന് ഓടിച്ച് കാണിച്ച് കൊടുക്കാനായിട്ട് പറയും. ഇപ്പോൾ ഈ തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല, വളരെ എളുപ്പത്തിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കാം. അതായത് നിങ്ങളുടെ കൈവശം വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം, കൂടാതെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ്. യൂഷ്വലി ഈ LMV അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ, ഈ 2 കാറ്റഗറിക്ക് മാത്രമാണ് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് നൽകുന്നത്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളിലും വാഹനം ഓടിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളിലും നമുക്ക് ഇന്ത്യയിലെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ IDP ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വാഹനങ്ങൾ ഓടിക്കാനായിട്ട് സാധിക്കും 1 വർഷത്തേക്ക്. ഗൾഫ് നാടുകളിൽ ഒരു ഡ്രൈവർ ജോലിക്കായിട്ട് നിങ്ങൾക്ക് ഈ ലൈസൻസ് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കില്ല, അതിന് അവിടുത്തെ ലൈസൻസ് തന്നെ വേണം. ഇപ്പോൾ ഗൾഫ് നാടുകളിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എൻ്റെ അറിവിൽ അവിടെ വെച്ചിട്ട് നമ്മൾ ടൂറിസ്റ്റ് വിസയിൽ പോകുന്ന ഒരാൾക്ക് അവിടെ അവിടെയുള്ള റെൻ്റ് ക്യാബ് സംവിധാനം വഴി ഉള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഈ IDP ഉപയോഗിക്കാം. അല്ലാതെ ഒരു തൊഴിൽ സംബന്ധമായിട്ടുള്ളൊരു കാര്യത്തിന് ഈ IDP ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് അപേക്ഷ സമർപ്പിക്കേണ്ടവർ നമ്മുടെ പരിവാഹനിൽ സാരഥി ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസിൽ കയറി ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. 1260 രൂപയാണ് ഇതിൻ്റെ ഫീസ്. ഈ ആപ്ലിക്കേഷൻ സമർപ്പിച്ച് ഫീസെല്ലാം അടച്ചതിന് ശേഷം ഇത് RTO ഓഫീസിൽ നിന്നും അപ്രൂവൽ ആയി എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് അത് അപ്രൂവ്ഡ് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് RTO ഓഫീസിൽ ചെന്നാലും ഈ IDP ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. ഇത് ഇപ്പോൾ ഒരു ബുക്ക് ഫോമിലാണ് നൽകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിൻറ്റിങ്ങിനൊക്കെ ഉള്ള ഒരു താമസം ഉള്ളതുപോലെ ഈ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. കാരണം ഇത് RTO ഓഫീസിൽ നിന്ന് തന്നെ ഒരു ബുക്ക് ഫോമിലാണ് ഇത് നൽകുന്നത്. ഇതിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കാം എന്നുള്ള ആ ഡീറ്റെയിൽസും അതിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ഇത് നൽകുന്നത് 1 വർഷത്തേക്കാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത് ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിനുള്ള അപേക്ഷ നിങ്ങൾക്ക് വിദേശത്തിരുന്നു കൊണ്ടുകൂടി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇത് മാക്സിമം ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുക, ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും. ഇന്ന് ധാരാളം ആളുകൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നു, അല്ലെങ്കിൽ തൊഴിൽ വിസയിലും മറ്റും വർക്ക് പെർമിറ്റിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപകരിക്കും. കൂടാതെ നമുക്ക് വിദേശത്ത് ഒരു ലൈസൻസ് ലഭിക്കുന്നതിന് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പർട്ടിക്കുലേഴ്സ് സാധാരണ അവർ ചോദിക്കും. അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് അതും നിങ്ങൾക്ക് ഈ സാരഥി സൈറ്റ് വഴി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ഈ സാരഥി സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ RTO ഓഫീസിൻ്റെ സീലും ഒന്നും ഉണ്ടാകില്ല, എന്നാൽ RTOയുടെ ഒരു ഒപ്പ് അതിലുണ്ടാകും, അത് മാത്രം മതിയാകും. അല്ലാതെ RTO ഓഫീസിലേക്ക് ചെന്ന് അതിൽ സീൽ വയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെന്നാൽ അവർ സീൽ വെച്ച് തരുന്ന ഒരു സമ്പ്രദായം ഇല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്.